Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.2-ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുകയാണ്. ഈ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഐഫോൺ 8 മുതൽ ഐഫോൺ 14 Pro Max വരെയുള്ള എല്ലാ ഡിവൈസിലും ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം അപ്ഡേറ്റ്സ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓരോ അപ്ഡേറ്റ്സിൻ്റെയും ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ ഒരു അപ്ഡേറ്റ്സിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ നമ്മൾ സെറ്റിങ്സിലേക്ക് പോവുക. അവിടെ ജനറൽ നമ്മുടെ എബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേഷണൽ വേർഷൻ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും iOS 16.2 20C65 എന്ന്. മിക്കവാറും ഈ ഒരു അപ്ഡേഷൻ നമ്പർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ബിൽ നമ്പർ തന്നെ ആയിരിക്കും എല്ലാ അപ്ഡേറ്റിലും നമുക്ക് വരുന്നത്. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഐഫോൺ യൂസേഴ്സിനും ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂസൊക്കെ ഈ പറയുന്ന ഈ ഒരു മോഡേൺ ഫേംവെയറിൽ കുറേയൊക്കെ റിസോൾവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന എല്ലാ ഇന്ത്യൻ ഐഫോൺ യൂസേഴ്സും കാത്തിരുന്നൊരു ഓപ്ഷനാണ് 5G എന്ന് പറയുന്നത്. അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ കേരളത്തിൽ 5G അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു 5Gയുടെ ബാൻഡ് മുംബൈയിൽ ഐഫോൺ 12 മിനിയിൽ എടുത്തിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണ്. 337 MBPS സ്പീഡിലാണ് അവിടെ ഈ പറഞ്ഞ 5G ലഭിക്കുന്നത്. ഈ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് ജെന്യൂനായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഇത് കാണിച്ചു തന്നത്. അടുത്ത വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ iOS 16.2 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ അതിന് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ പേരാണ് ഫ്രീ ഫോം എന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പ്രസൻറ്റേഷനും അതേപോലെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനും നമുക്കൊരു ഫ്രീ ക്യാൻവാസ് ലഭിക്കാനും അതേപോലെ തന്നെ നമുക്ക് ലോകത്തെവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിലും കൊളാബറിക്കേറ്റ് ചെയ്ത് റിയൽ ടൈമിൽ നമ്മളുടെ പ്രസൻറ്റേഷൻ അവർക്ക് ചെയ്ത് കാണിക്കാനും പറ്റുന്നതാണ്. ഇപ്പം ഞാൻ വേറൊരു വ്യക്തിക്ക് എൻ്റെ ഒരു ക്യാൻവാസ് കൊളാബറിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാൻവാസിൽ കിടക്കുന്ന എല്ലാ ഇമേജും റിയൽ ടൈമായിട്ട് ആ ഒരു വ്യക്തിക്കും കാണാൻ പറ്റുന്നതാണ്. അതാണ് നമ്മുടെ ഈ പറയുന്ന ഫ്രീ ഫോം ആപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അടുത്ത വന്ന മാറ്റം നമ്മുടെ ഐഫോൺ 14 Pro സീരീസിലാണ്. പ്രോ സീരീസിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. അതാണ് നോ വാൾപേപ്പർ നോ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ നമ്മുടെ iOS 16.1-ലൊക്കെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നത് നമ്മുടെ സെയിം വാൾപേപ്പർ ഡിമ്മാക്കി 1 റിഫ്രഷൻ റേറ്റിലായിരുന്നു കാണിച്ചുകൊണ്ടെന്ന് വെച്ചാൽ. പക്ഷേ ഈ ഒരു iOS 16.2-വിൽ നോ വാൾപേപ്പർ എന്ന ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അതായത് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വന്ന മാറ്റം നമ്മുടെ ഐഫോണിൽ CSAM എന്നുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു ഓപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ കുട്ടികൾക്ക് നമ്മുടെ ഐഫോൺ പാരൻ്റൽ കൺട്രോൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കുട്ടികൾക്ക് ഇന്നപ്രോപ്രിയേറ്റ് ആയ ഏതെങ്കിലും ഫോട്ടോസോ വീഡിയോസോ വരികയാണെങ്കിൽ നമ്മുടെ ഐഫോണിൻ്റെ ന്യൂറോ ലെൻസിൻ്റെ പ്രവർത്തനം കൊണ്ട് ആ ഒരു ഫോട്ടോ ഏതെങ്കിലും ഇന്നപ്രോപ്രിയേറ്റ് ആണെന്ന് മനസ്സിലാക്കി ബ്ലർ ചെയ്തിട്ട് നമ്മുടെ കുട്ടികളോട് ചോദിക്കും ഒരു അഡൾട്ടായ ഒരു ആളെ കോണ്ടാക്ട് ചെയ്യട്ടെ എന്ന്. പക്ഷേ ആ ഒരു ഓപ്ഷൻ കുറേയധികം ആൾക്കാരുടെ പ്രൈവസി ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ ആ ഒരു ഓപ്ഷൻ എടുത്ത് മാറ്റി. ഇപ്പോൾ ആപ്പിളിൻ്റെ ഐഫോൺ യൂസേഴ്സിനും എല്ലാ യൂസേഴ്സിനുമായിട്ട് ആപ്പിൾ മുമ്പോട്ട് വെക്കുന്ന ഒരു പുതിയ പ്രൊട്ടക്ഷൻ്റെ പേരാണ് അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എവിടെയാണ് നോക്കാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ ആപ്പിൾ ഐഡിയിൽ ടാപ്പ് ചെയ്യുക, ഐക്ലൗഡിലേക്ക് പോവുക, നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന്. ഇപ്പോൾ ഓഫാണ്. ഇത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നമ്മുടെ റീജിയനിലും നമ്മുടെ കൺട്രിയിലും ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. ആദ്യം വരുന്നത് അമേരിക്കയിലായിരിക്കും. ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആകുമ്പോൾ തൊട്ട് താഴെ തന്നെ ഒരു ബ്ലൂ കളറിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ടേൺ ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്.
ഈ ഒരു ഓപ്ഷൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയായിരിക്കും ഈ പറഞ്ഞ എല്ലാ ഡാറ്റാസിൻ്റെയും ഒരു കീ എന്ന് പറയുന്നത്. വേറൊരാൾക്കും ഈ ഒരു കീയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷനിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന പ്രശ്നമാണ് നമ്മളുടെ ഫോൺ ഏതെങ്കിലും സാഹചര്യത്തിൽ കാണാതെ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ച് നീ ചീത്തയായി പോവുകയോ ചെയ്താൽ നമ്മൾ എങ്ങനെ ഈ പറഞ്ഞ ഡാറ്റാസ് റിക്കവർ ചെയ്യാൻ പറ്റും? നമ്മളുടെ ഈ ഒരു റിക്കവറിയിൽ നമുക്ക് റിക്കവറി കോൺടാക്റ്റ് എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ്ഫുള്ളായ ഒരാളുടെ ഫോൺ നമ്പർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആ ഒരു വ്യക്തിക്ക് നമ്മൾ റിക്കവറി മോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു 6 ഡിജിറ്റിൻ്റെ OTP വരികയും അതുമൂലം തന്നെ നമ്മളുടെ ഈ പറയുന്ന എല്ലാ ഡാറ്റാസും നമുക്ക് റീകളക്ട് ചെയ്യാനും പറ്റുന്നതാണ്. അതാണ് നമ്മുടെ ഈ പറയുന്ന അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. ആപ്പിൾ മ്യൂസിക്കിൽ കഴിഞ്ഞൊരു ദിവസമാണ് ആപ്പിൾ മ്യൂസിക് റീപ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നത്. ഈ ഒരു ഓപ്ഷൻ എല്ലാ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബേഴ്സും യൂസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാനായിട്ട് നമ്മുടെ സെർച്ചിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ഇപ്പോൾ തന്നെ സെർച്ചിൽ നമുക്ക് ഇവിടെ തന്നെ റീപ്ലേ 2020 എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. എല്ലാ ആപ്പിൾ സബ്സ്ക്രൈബേഴ്സിനും ആ ഒരു സൈറ്റിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ അടുത്ത വന്ന മാറ്റം നമ്മുടെ ഈ ഒരു ആപ്പിൾ മ്യൂസിക്കിൽ വന്നത് ആപ്പിൾ മ്യൂസിക് സിംഗ് എന്ന് പറയുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു പാട്ടിനനുസരിച്ചുള്ള കാരോക്കെ നമുക്ക് പാടാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഈ ഒരു വോക്കലിൻ്റെ സൗണ്ട് നമുക്ക് കുറച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഈ ലിറിക്സിൻ്റെ ഓപ്ഷൻ നമുക്ക് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടോ, ഐക്കൺ ടാപ്പ് ചെയ്തതിനാൽ നമ്മുടെ ഈ ഒരു ഐക്കണിൽ തന്നെ കാണാൻ പറ്റും ആ ഒരു മൈക്കിൻ്റെ ആ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ആ ഒരു ഐക്കൺ താഴത്തെ കാണാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ ഈ ഒരു പാട്ടിൻ്റെ വോക്കൽ കുറവായിരിക്കും. നമുക്ക് ആ ഒരു പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമായിരിക്കും കൂടുതലുണ്ടാവുക. എനിക്കത് പാട്ട് കേൾപ്പിച്ചു തരാൻ പറ്റാത്തത് കോപ്പറേറ്റിൻ്റെ ഇഷ്യൂകളുകൊണ്ടാണ് എനിക്ക് ആ ഒരു പാട്ട് നിങ്ങൾക്കിപ്പോൾ കേൾപ്പിച്ചു തരാൻ പറ്റാത്തത്. അടുത്ത വന്ന മാറ്റം നമ്മുടെ ലോക്ക് സ്ക്രീനിൽ വരുന്ന വിജറ്റ്സിലാണ്. ഈ ഒരു വിജറ്റ്സ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് നമ്മുടെ ലോക്ക് സ്ക്രീൻ എടുക്കുക, അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ കസ്റ്റമൈസ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലോക്ക് സ്ക്രീൻ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ വിജറ്റ് സെക്ഷനിൽ പോവുക. ഇപ്പോൾ ഞാൻ കുറച്ച് വിജറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാനിപ്പോൾ റിമൂവ് ചെയ്യുകയാണ്. അതിപ്പോൾ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഹെൽത്തിൽ മെഡിക്കേഷൻ്റെ ഒരു പുതിയ വിജറ്റ്സ് വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് വന്നിരിക്കുന്ന അടുത്തൊരു വിജറ്റാണ് നമ്മുടെ ഈ പറയുന്ന സ്ലീപ്പിൻ്റെയും ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ലീപ്പ് ട്രാക്കിങ്ങിൻ്റെയും ഒരു വിജറ്റ് നമ്മുടെ ഈ ഒരു ലോക്ക് സ്ക്രീനിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ക്വാളിറ്റി സ്ലീപ്പ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ക്വാളിറ്റി സ്ലീപ്പിൻ്റെ വിജറ്റ് നമ്മുടെ ലോക്ക് സ്ക്രീൻ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ അടുത്ത വന്നൊരു മാറ്റം, ചെറിയൊരു മാറ്റം, നമ്മുടെ iOS 16.2-ൽ ഈ ഒരു ഡു നോട്ട് ഡിസ്റ്റർബ് നമുക്ക് ജസ്റ്റ് ടാപ്പിൽ വരില്ല. നേരത്തെയൊക്കെ നമ്മുടെ ഐഫോണിൽ ഈ ഒരു ഡു നോട്ട് ഡിസ്റ്റർബിൻ്റെ ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ പോപ്പപ്പ് ചെയ്ത് വരുമായിരുന്നു. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചപ്പോഴാണ് ആ ഒരു ഓപ്ഷൻ നമുക്ക് പോപ്പപ്പായി വന്നത്. എന്നാൽ മാത്രമാണ് എനിക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ ഒരു ഓപ്ഷനും നമ്മുടെ ഈ ഒരു iOS 16.2-ൽ വന്ന മാറ്റമാണ്. അടുത്ത വന്ന മാറ്റം നമ്മുടെ ഗെയിം സെൻറ്ററിലാണ്. ഗെയിം സെൻറ്ററിൽ ഇപ്പോൾ ഷെയർ പ്ലേയുടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ ഒരു പുതിയ വിജറ്റും നമ്മുടെ ഗെയിം സെൻറ്ററിനായിട്ട് വന്നിട്ടുണ്ട്. ഗെയിം സെൻറ്ററിൻ്റെ ഓപ്ഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ആ ഒരു ഓപ്ഷനാണ് ഈ ഒരു വിജറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വിജറ്റിൽ നമ്മളുടെ ഗെയിം സെൻറ്ററിൽ നമ്മുടെ കൂട്ടുകാരെ ഇൻവൈറ്റ് ചെയ്യാനും അതേപോലെ നമുക്ക് മൾട്ടിപ്ലെയർ യൂസേഴ്സായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ഗെയിമൊക്കെ കളിക്കുമ്പോൾ മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകാർ നമ്മളെ വെട്ടിച്ചോ അല്ലെങ്കിൽ നമുക്ക് എത്ര സ്കോർ അവർ മുമ്പിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വിജറ്റിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റിയിൽ ആ ഒരു ഗെയിംസ് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റുന്നതാണ്. അടുത്ത വന്ന മാറ്റം നമ്മുടെ എയർ ഡ്രോപ്പിലാണ്. എയർ ഡ്രോപ്പിലെ മാറ്റം നമുക്കറിയാനായിട്ട് സെറ്റിങ്സിൽ പോവുക, ജനറൽ, അവിടെ എയർ ഡ്രോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും everyone for 10 minutes ഉള്ള ഒരു മാറ്റം നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു മാറ്റം ഏറ്റവും ആദ്യം വന്നതിൽ ചൈനയിലായിരുന്നു. കാരണം നമ്മുടെ ഐഫോൺ ഓൺ ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഡിസ്പ്ലേ ഒക്കെ ഓൺ ആണ്, നമ്മുടെ ഫോൺ വീക്ക് ആണെങ്കിൽ നമ്മളുടെ സറൗണ്ടിങ്സിലിരിക്കുന്ന ആർക്കെങ്കിലും നമ്മളുടെ ഫോണിലേക്ക് നമ്മുടെ അനുവാദമില്ലാതെ എയർ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. എയർ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ
നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ അവിടെ അക്സെപ്റ്റും റിജക്റ്റും ഉണ്ടാവും. എന്നാൽ പോലും നമ്മുടെ അനുവാദമില്ലാതെ പോലും നമ്മുടെ ഫോണിലേക്ക് ഒരു കാര്യം പോലും അയക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം വേറൊരാൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് everyone for 10 minutes കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എയർ ഡ്രോപ്പ് കോണ്ടാക്ട്സ് ഓണിലേക്ക് ജമ്പ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന iOS 16.2 വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബഗ് ഫിക്സിനെ പറ്റി നോക്കാം. ബഗ് ഫിക്സിൽ ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ നോട്ട്സിലെ ബഗ് ഫിക്സ് ആണ്. നമ്മൾ നോട്ടിൽ ഏതെങ്കിലും ഒരു പുതിയ നോട്ട് ക്രിയേറ്റ് ചെയ്തതിനാൽ അതിനുശേഷം നമ്മൾ വേറൊരു ഡിവൈസിൽ, ആപ്പിൾ ഡിവൈസിൽ, സെയിം ആപ്പിൾ ഐ ഡി ഉള്ള ഡിവൈസിലാണെങ്കിൽ പോലും നോട്ട്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു നോട്ട് നമുക്ക് ലഭിക്കുന്നില്ല. കാരണം ഐക്ലൗഡായിട്ട് ആ ഒരു നോട്ട് ഫെച്ച് ആവുന്നതായിരുന്നില്ല. ആ ഒരു മെയിൻ ബഗ് ആപ്പിൾ ഇപ്പോൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് ഡിവൈസിലും ഇപ്പോൾ നോട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെയിം ആപ്പിൾ ഐ ഡി ആയിരിക്കണം, ആ ഒരു ഡിവൈസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സ് ഇപ്പോൾ ഈസിലി ഫെച്ച് ആവുന്നുണ്ട്. അടുത്ത വന്ന അപ്ഡേറ്റ് നമ്മുടെ ക്രാഷ് ഡിറ്റക്ഷനിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ iPhone 14 ക്രാഷ് ഡിറ്റക്ഷൻ കുറേ അധികം വേണ്ടാത്ത സ്ഥലത്ത് ആ ഒരു ഓപ്ഷൻ ഡിറ്റക്റ്റ് ആവുമായിരുന്നു. ആ ഒരു ഓപ്ഷനും ആപ്പിൾ ഇപ്പോൾ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്രാഷ് ഡിറ്റക്ഷന് വേണ്ടി ഒരു ടോഗിൾ ഇപ്പോൾ എമർജൻസി SOSൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ക്രാഷ് ഡിറ്റക്ഷൻ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത് വന്ന ബഗ് ഫിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് നമുക്ക് ക്യാമറ എടുക്കുമ്പോൾ പിന്നീട് നമുക്ക് ആ ഒരു ലോക്ക് സ്ക്രീനിലേക്ക് ഇതുപോലെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു ബഗ് കാരണം ആ ഒരു ഓപ്ഷൻ നമുക്ക് വന്നില്ല. നമ്മൾ ഈ ക്യാമറ ആക്സസ് ചെയ്താൽ പിന്നീട് നമുക്ക് പിന്നെയും ലോക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ പറയുന്ന ഫോൺ നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട്. ആ ഒരു ബഗ്ഗും ആപ്പിൾ ഇപ്പോൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഡിവൈസിൽ വന്നിരിക്കുന്ന ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു ഡിവൈസിൽ ഒരു പുതിയ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 3-4 ദിവസത്തിലെ തറോ യൂസിലാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിയുടെ പെർഫോമൻസിൻ്റെ ഒരു റഫ് ഫിഗർ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഈ ഡിവൈസിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് എനിക്ക് ലഭിക്കുന്നുണ്ട്. എൻ്റെ ബാറ്ററി പെർഫോമൻസിൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 6 മണിക്കൂറും 24 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റുമാണ്. എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 87% ഇപ്പോഴും എൻ്റെ മാക്സിമം കപ്പാസിറ്റി നിലനിൽക്കുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡീസൻ്റായ പെർഫോമൻസ് എനിക്ക് ഈ ഒരു അപ്ഡേഷന് ശേഷം ലഭിക്കുന്നുണ്ട്. വലിയ ക്ലട്ടറി ആയിട്ടോ അതേപോലെ ലാഗി ആയിട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. തേർമൽ ഇഷ്യൂയുടെ കാര്യം പറയുമ്പോഴും ഇത്രയും നേരം എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഡിവൈസിൽ നിന്ന് യാതൊരു ചൂടും ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ പ്രൊസസ്സറിൻ്റെ ഭാഗത്താണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ലൊരു തേർമൽ മാനേജ്മെൻറ്റ് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന iOS 16.2 വിശേഷങ്ങളും ബഗ് ഫിക്സസും പെർഫോമൻസും ബാക്കി കാര്യങ്ങളും എല്ലാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.